അക്ഷരമാലയിൽ അമ്മ എന്ന കവിത എഴുതി ലോകശ്രദ്ധ നേടിയ ആർച്ച എന്ന +2 വിദ്യാർത്ഥിനിക്ക് അജ്ഞാതവാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. 1ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഈ കവിത ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് പിന്നാലെയാണ് അപകടം സംഭവിച്ചത്. ആർച്ച അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. മോളെ, മോളു, ദേ ഇതാരൊക്കെയാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. നിങ്ങള് സ്കൂളിൽ പോയില്ലേ? പോയിട്ടാ വരണേ. ആരുടെ കൂടെയാ വന്നത്? ഞങ്ങളാ കൊണ്ടുവന്നത്. എന്തിനാ നിങ്ങൾ ക്ലാസ് മുടക്കിയത്? ദേ നോക്ക്, നിങ്ങൾ ഇങ്ങനെയായ തോറ്റുപോകുന്നത് ഞങ്ങളാ. അച്ഛനമ്മമാരെ വേദനിപ്പിക്കരുത്. എങ്ങനെയൊക്കെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്? അഹങ്കരിക്കാതിരിക്കാനാ. റിമ, നീ വേണം ഇവരെയൊക്കെ ശ്രദ്ധിക്കാൻ. ഇനിയുള്ളൊരൊറ്റ ക്ലാസ് പോലും മിസ്സാക്കരുത്, പറഞ്ഞേക്കാം. വയ്യടി, ഞങ്ങൾക്ക് പറ്റണില്ല, സത്യമായിട്ടും പറ്റണില്ല. ഇങ്ങനെയാണോ സ്നേഹം കാണിക്കുന്നത്? 2 ദിവസം കഴിഞ്ഞാ വീട്ടിൽ പോവാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ദേ നോക്ക്, ഇനി ഒരൊറ്റ ക്ലാസ് പോലും നിങ്ങൾ മുടക്കരുത്, പറഞ്ഞേക്കാം. നമ്മുടെ പച്ചക്കറി തോട്ടം നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ. അതൊക്കെ മൂപ്പനെ ഫാസി നോക്കുന്നുണ്ട്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം ഇവര് നോക്കിക്കോളും. ഡോക്ടറോട് ഞങ്ങൾ സംസാരിച്ചു, എത്രയും വേഗം സുഖാവും. ഇടയ്ക്ക് ഞാൻ വരാം. നിങ്ങൾ വാ. പോയിട്ട് വരാച്ചു. പോട്ടെ. ചേച്ചി ഇങ്ങനെ തളർന്നു പോയാ അച്ഛനും അത് വിഷമാവില്ലേ? കഴിയുന്നില്ല മായേ, എന്റെ കുട്ടിയുടെ കിടപ്പ് കണ്ടിട്ട് നെഞ്ചു പൊട്ടി പോവാ. നന്നായി പഠിക്കണം, ജോലി നേടണം, അമ്മയെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. എനിക്കറിയാം, എന്റെ മോള് ഉള്ളില് കരയുക. അവളുടെ സ്വപ്നങ്ങളെല്ലാം പോയില്ലേ? നിനക്കറിയോ മായേ, കൺമുന്നില് ഒരു ചെറു പ്രാണി പോലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ട സഹിക്കാത്ത കുട്ടിയാ. പിന്നെ അതിനെ രക്ഷിച്ചിട്ട് വേറെന്ത് കാര്യത്തിനും പോവുള്ളൂ. അങ്ങനെയുള്ള എന്റെ കുട്ടിക്ക് ഈശ്വര, എന്തിനാ ദൈവം ഞങ്ങളോട് ഇങ്ങനെ? അങ്ങനെ പറയല്ലേ ചേച്ചി, ജീവിതമാകുമ്പോ സുഖവും ദുഃഖവും അനുഭവിച്ചല്ലേ മതിയാവൂ. അവളെ ദൈവം നമുക്ക് തിരിച്ചു തന്നില്ലേ, ഒക്കെ ശരിയാവും. 10ാമത്തെ വയസ്സിൽ അവൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ടപ്പോ ചേച്ചിക്ക് ധൈര്യം തന്ന മോളാ അവള്. ഇതും അവൾക്ക് തരണം ചെയ്യാൻ പറ്റും. ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരുന്ന ഞങ്ങൾക്ക് അത് താങ്ങാനാവില്ല. കണ്ണു തുടക്കി ചേച്ചി, എന്നിട്ട് അവൾക്കൊപ്പം നിൽക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? കടയുടെ കാര്യത്തില് ചേച്ചി വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കൊച്ചൂട്ടനുണ്ടല്ലോ കൂടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. മോള് വാ, ഞാൻ നാളെ വരാം.
സാറേ, എന്നെ മനസ്സിലായ സാറേ? ഞാൻ മോഷണമൊക്കെ നിർത്തി സാറേ. ഇതാ കണ്ടില്ലേ, ആഹാ, ആ മക്കളെ ഞാൻ മറക്കില്ല സാറേ. ഒരുപാട് സന്തോഷമുണ്ട് താങ്കൾ എങ്ങനെ കണ്ടതിൽ. പോട്ടെ സാറേ. ആ, ഒരു ടിക്കറ്റ് എന്നിട്ട് പോടോ. കാരുണ്യം എന്നെ മതി. ഒന്നുമില്ലേലും ഒരു വിഹിതം സാധുക്കൾ കിട്ടുമല്ലോ. നേരാ സാറേ. ദാ, എന്നാ ഞാൻ പോട്ടെ സാറേ. ആ, അതാരാ? ഇന്നത്തെ കേരള, ഇന്നത്തെ കേരള. അതാണ് കേരള, ആ കേരള, പച്ചക്കറി കെട്ട വിദ്വാൻ. ആ സംഭവിച്ചത് എങ്ങനെയായാലും അച്ചുവിൻ്റെ വിലപ്പെട്ട സമയവും ആരോഗ്യവുമാണ് നഷ്ടപ്പെട്ടത്. അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ല. കേസൊന്നും വേണ്ടാന്ന് അച്ചു എന്തിനാ അഡ്വക്കേറ്റിനോട് പറഞ്ഞത്? ഇപ്പം വേണ്ടാന്ന് തോന്നും, പിന്നീട് അത് തെറ്റായി പോയെന്നും തോന്നും. ഇനിയും അവർ വരും, സംഭവിച്ചതൊക്കെ അതുപോലെ പറയുക, ബാക്കി അവർ നോക്കിക്കോളും. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്നാ ഇവള് പറയുന്നേ. എന്ത് ബുദ്ധിമുട്ട്? ആരും സ്വന്തം കീശയെന്ന് എടുത്തു തരുന്നതൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് വാങ്ങിത്തരുന്നു, അത്രേ ഉള്ളൂ. കേസ് നടക്കട്ടെ, അനുകൂലമായ ഒരു വിധി വന്നാൽ അതൊരാശ്വാസമല്ലേ? മോളെ ഇടിച്ച വണ്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തും, അതാരായാലും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അവരിവിടെ ഉണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ? കപ്പിത്തം വീണപ്പോൾ നിങ്ങളെല്ലാം തളർന്നോ? കളിയാക്കാണോ? കളി പറയേണ്ട അടുത്തേ പറയൂ. ഇപ്പോൾ ഞങ്ങൾ വന്നത് മറ്റൊരു പ്രധാന കാര്യം പറയാനാണ്. അച്ചുവിൻ്റെ ഈ അവസ്ഥ നമ്മളെ മാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സിനെയും മാനസികമായി തളർത്തിയിട്ടുണ്ട്. അതവർ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അല്ല, നിങ്ങൾ എന്തായി ഉദ്ദേശിക്കണേ? എങ്ങനെയെങ്കിലും പ്ലസ് 2 കടന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച ഞാൻ പോലും മാറി ചിന്തിച്ചത് അച്ചുവും നിങ്ങളും കാരനാണ്. ആ അച്ചുവിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? മനസ്സിലായില്ല. നമുക്കിപ്പോൾ അച്ചു എക്സ് ആയതാണ്. അതെങ്ങനെ പറ്റും? പറ്റും. നിങ്ങളാണ് അച്ചുവിൻ്റെ ബലം. നിങ്ങളുടെ പേരൻസ് വിചാരിച്ചാൽ എല്ലാം നടക്കും. അതിന് അവർക്കെന്ത് ചെയ്യാൻ നോക്കും? അവളുടെ വീട്ടിൽ പോയി അന്നുള്ള പോർഷൻസ് അച്ചുവിനോട് ഷെയർ ചെയ്യണം. നിങ്ങൾക്കതിന് പറ്റും. അതൊരു നല്ല ഐഡിയ ആണ്. പക്ഷേ നിങ്ങളുടെ പാരന്റ്സിന്റെ സപ്പോർട്ട് വേണം. ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉറപ്പായി നമുക്കുണ്ടാവും. ഇത് നടന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നമ്മുടെ അച്ചുവായിരിക്കും. അപ്പോ നമുക്കത് ടീച്ചേഴ്സിനോട് പറഞ്ഞാലോ? നിങ്ങൾ തന്നെ സംസാരിക്കും. എന്തിനും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞില്ലേ? അങ്കിൾ വരുന്നു. എന്താ അങ്കിൾ, പേരൻസ് സമ്മതിച്ചോ? ആ, ഡോക്ടർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഓക്കെ. അതെന്ത് പറ്റി? റിമയെ അയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. സ്കൂള് കഴിഞ്ഞാൽ കുട്ടികളെ അച്ചുവിന്റെ വീട്ടിലേക്കും തിരികെ അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന കാര്യം കുരിയച്ചനായിരുന്നു. അപ്പൊ റിമയ്ക്ക് പോകാൻ പറ്റില്ലേ? നമുക്കെന്ത് ചെയ്യാൻ നോക്കും? പാവം, എങ്ങനെയെങ്കിലും അച്ചുവിന് എക്സാം എഴുതാൻ പറ്റിയാൽ മതിയായിരുന്നു. പറ്റും അങ്കിൾ. അങ്കിൾ നോക്കിയോ, നമ്മുടെ അച്ചുവും പരീക്ഷ എഴുതും. സന്തോഷമുണ്ട് മക്കളെ. നിങ്ങളുടെയൊക്കെ ഈ സഹകരണം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.